കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിലൂടെ നടന്നു. അങ്ങനെ നടക്കുമ്പോൾ അവിടെ കുറേയേറെ കൊട്ടാരങ്ങളുടെ ഒരു കോംപ്ലക്സാണ് കാണുന്നത്. ചിലതിൻ്റെ ഒരു ഭാഗമൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാൻ തുടങ്ങിയിരിക്കുന്നു. വേറെ ചിലത് ഈ അടുത്ത കാലത്ത് എന്തോ നവീകരിച്ച മട്ടി നിൽക്കുന്നു. അതായത് തകർന്നതിൻ്റെയും പുതുക്കിപ്പണിതിൻ്റെയും എല്ലാം ഒരു മിശ്രണമാണ്. ഈ പുതുക്കിപ്പണിതിന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെയാണ്. പുതുക്കിപ്പണി അങ്ങ് തീർന്നു പോകുമ്പോൾ പുതിയ സ്ഥലത്തേക്ക് പുതുക്കി പണിയാൻ പോകുമ്പോൾ ആ പുതുക്കി പണിത കെട്ടിടത്തെ മുഴുവൻ ഈ കൊണ്ടുപോയി പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ടാവാം, വൃത്തിഹീനമാക്കിയിട്ടുണ്ടാവും. അതായത് ഒരു സാംസ്കാരിക ബോധമോ സൗന്ദര്യബോധമോ കലാബോധമോ വൃത്തിയുടെ ബോധമോ നമ്മുടെ ആളുകൾക്കില്ല എന്നുള്ളത് അത് വ്യക്തമാക്കുകയാണ്. അവിടെ ഒരു വലിയൊരു കോട്ടമതിലുണ്ട്, അത് കടന്നു നടക്കാം. മനോഹരമായ കെട്ടിടങ്ങളാണ്. ഒരു നൂറ്റാണ്ട് മുമ്പ് അതിഗംഭീരമായി പണിതാണ്. ഈ നവാബുമാരുടെ ഭരണകാലത്ത് പണിതാണ് നമുക്ക് വ്യക്തമാണ്. അന്നത് ആഠ്യത്വമാർന്ന ഒരു കോംപ്ലക്സ് ആയിരുന്നു ആ പ്രദേശമൊക്കെ. ഇന്നും നിരവധി കൊട്ടാരങ്ങളാണത്. അതിൽ ചിലതൊക്കെ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു. വേറെ ആരുടെയൊക്കെ കയറി അതിനകത്ത് പല കടകൾ ആരംഭിച്ചു കഴിഞ്ഞു. വേറെ ചിലതിനകത്ത് സദ്യയ്ക്ക് വേണ്ട പാചകപ്പുര പ്രവർത്തിക്കുന്നത് വരെ ഞാൻ കണ്ടു. അപ്പം ഇതിനെയൊക്കെ ഒഴിപ്പിച്ച് ഒരു സാംസ്കാരിക കേന്ദ്രമാക്കി ഒരു നഗരത്തിൻ്റെ പൈതൃകത്തിൻ്റെ ഒരു കേന്ദ്രമായി സംരക്ഷിച്ചതിനെ ഏതെങ്കിലും വികസിത നാടുകളിലോ ബോധമുള്ളവർ ഭരിക്കുന്ന ഒരു നാട്ടിലോ ഒക്കെ ആയിരുന്നെങ്കിൽ. പക്ഷേ എന്തുമാത്രം റിച്ചായ സംസ്കാരമുള്ള എന്തുമാത്രം ചരിത്ര അവശേഷിപ്പുള്ളൊരു നാടാണ് നമ്മുടെ. നമുക്ക് അഭിമാനം തോന്നും. ഇതിനെന്തെങ്കിലും ഒരു മാറ്റം വരുമോ? ഈ ജനസമൂഹം